ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. 2-3 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് സ്കൂളുണ്ടല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് മുഖം കഴുകലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ജനലൊന്ന് ആദ്യം തുറന്നു നോക്കിയിട്ടോ. നല്ല മഴ ഉണ്ട്. അപ്പോൾ രാത്രി നല്ല മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി തന്നെ നമ്മുടെ അടുപ്പിൻ്റെ മുകളിലുള്ള റിങ് ഉണ്ടല്ലോ അത് കഴുകി വയ്ക്കിട്ടോ. അല്ലെങ്കിൽ രാവിലെ കഴുകി വയ്ക്കുമ്പോൾ അതിൽ ചെറുതായിട്ട് നനവുണ്ടായിരിക്കും. പിന്നെ ഈ കരിയും കൂടി ആകുമ്പോൾ കരിവെള്ളം പോലെ അങ്ങനെ അതിൻ്റെ നാലുപുറം ഇങ്ങനെ ഒഴുകും. അപ്പോൾ ഞാൻ രാത്രി തന്നെ റിങ് കഴുകി വയ്ക്കലാണ് ചെയ്യുക. പിന്നെ അത് അടുപ്പിൻ്റെ മുകൾ ഭാഗം സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ചകിരി ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ആ കരി പിടിച്ച ഭാഗം മാത്രം ഒന്ന് കഴുകിയിട്ട് പിന്നെ ഒരു തുണി വെച്ച് തുടച്ചെടുത്തു. പിന്നെ അത് വെണ്ണീറും കൂടി കോരൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് തുടപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത്. നല്ല ഇരുട്ടന്നെയായിരുന്നു. നേരെ ഒന്നും വെളുത്ത് വന്നിട്ടില്ല കേട്ടോ. പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് നല്ല ഇരുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തറവാട്ടിൽ ലേറ്റ് ഇട്ട ഒരു ധൈര്യത്തിലാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ വേഗം ആ തുടക്കലും കൂടി കഴിഞ്ഞു. തുടക്കൽ കഴിഞ്ഞിട്ട് ഫാൻ ഇടുന്നത് മഴ ആയതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് ചിലപ്പോൾ പണിയാവും. പിന്നെ വേഗം പോയിട്ട് കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് ആദ്യം തന്നെ വിളക്ക് വയ്ക്കുകയാണ്. അപ്പോൾ തലേ ദിവസത്തെ ചന്ദനത്തിരിയുടെ പൊടിയും പിന്നെ ഞാൻ പൂവൊക്കെ അങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി വെക്കുമല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ആദ്യം തിരിയൊക്കെ എടുത്ത് തിരി ദിവസം രാവിലെ ഉണ്ടോ ഞാൻ മാറ്റാറുള്ളത്. അപ്പോൾ തിരിയൊക്കെ മാറ്റി വെച്ച് വിളക്കുളത്തി ഇനി വിളക്കുളത്തത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വേഗം പോയിട്ട് ചോറിന് തീ കത്തിക്കണം. അപ്പം ഞാൻ വിളക്കുളത്തി തൊഴുതിട്ട് ഇതാ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ആയിട്ട് പോയി. പിന്നെ കുറച്ച് ചന്ദനമൊക്കെ അരച്ചിടണം കേട്ടോ. ചന്ദനം കൂടി ഉണ്ട് അരച്ചിട്ട ഒരു ഐശ്വര്യമായി. അപ്പം പിന്നെ ഞാൻ ചന്ദനം അരച്ചിട്ടിട്ട് പിന്നെ കുട്ടികൾക്കുള്ളതും കൂടി അരച്ച് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ അവർ മൊത്തം അവിടെയൊക്കെ നിരത്തിയിട്ടുണ്ടാവും. അപ്പം ഞാൻ കുങ്കുമം ഇട്ടിട്ട് നേരെ അടുക്കളയിൽ വന്നു. ആദ്യത്തെ പണി തന്നെ ചോറിനുള്ള തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വയ്ക്കലാണ് കേട്ടോ. നമ്മൾ വീതേൻ്റെ അടിയിൽ റബ്ബറിൻ്റെ വറകാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേഗം കത്തി കിട്ടും. പക്ഷെ നല്ല പോലെ പുക ഉണ്ടാവും. അപ്പോൾ അതാ ഫാനൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചുക്ക് വെള്ളം വേഗം ചൂടാക്കിയിട്ട് അതും ജഗ്ഗിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. നല്ല കാറ്റ് നല്ല തണുപ്പും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇതാ ചോറിനുള്ള അരിയാണ് കേട്ടോ എടുക്കുന്നത്. വേഗം വേവണ അരി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ മറന്നിട്ട് വന്നിട്ടോ. അല്ലെങ്കിൽ ഇതാ ഈ അരി ഞാൻ നീച്ച അപ്പം തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ആയിരുന്നു. ഞാൻ വേഗം അരി ഇട്ടിട്ട് പിന്നെ ചോറിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടു. ആ മുകളിൽ വെച്ച വെള്ളത്തിലാണ് ഞാൻ ചുക്ക് വെള്ളപ്പൊടി ഇടുക. അപ്പോൾ അത് നല്ലപോലെ കളർ വരുമല്ലോ. അപ്പോൾ അടുപ്പിൻ്റെ ഇപ്പുറത്ത് ചെറിയ അടുപ്പിൽ ചൂടുവെള്ളം വയ്ക്കും, അതിലേക്ക് ഇത് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുക. അല്ലെങ്കിൽ കുട്ടികൾ കുടിക്കുമ്പോൾ അവരതൊന്നും ശ്രദ്ധിക്കാതെ കുടിക്കും. പിന്നെ അതാ നമ്മൾ നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ള ചെറുപയറാണ് കേട്ടോ വെള്ളത്തിലിട്ടത്, അതും വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം കടലക്കറി വെച്ചു കേട്ടോ. കടലക്കറിയുടെ റെസിപ്പി എന്ന് ചോദിക്കുന്നത് ഞാൻ അപ്പം എന്തൊക്കെ പൊടി ഇടാൻ തോന്നി അതൊക്കെ ഇടും. കുരുമുളക് പൊടി നിർബന്ധമായിട്ട് ഇടും. എനിക്ക് എല്ലാ കറിയിലും കുരുമുളകിൻ്റെ ഒരു ഇതുള്ളത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ റെഡിയായി. പിന്നെ അതാ നൂൽപുട്ട് 2 സൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് എനിക്കുള്ളതാണ്. എനിക്ക് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് കറിയൊന്നും ഒഴിക്കാതെ അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാനങ്ങനെ എനിക്കുള്ളത് ഉണ്ടാക്കി. പിന്നെ അവർക്കൊക്കെ ഉള്ളത് പിന്നെ കുട്ടികൾ ഉച്ചയ്ക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് തേങ്ങ ഇട്ടത് ഉണ്ടെച്ചെങ്കിൽ അത് കേടുവരും ചെയ്യും. പിന്നെ അവർക്ക് വലിയ ഇഷ്ടമല്ലേനും. അപ്പോൾ പിന്നെ അവർക്കുള്ളത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ലാസ്റ്റത്തെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ, തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 2 സെറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നൂൽപുട്ടും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്ക് കറി ആയിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മൾ കറിയിലൊഴിച്ച് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഒഴിച്ചിട്ട് വേണം നമുക്ക് ചെറുപയർ അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം പാത്രം എടുത്തിട്ട് കറി ഒഴിച്ച് വെച്ചു. പിന്നെ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് പൊന്തിയപ്പോഴേക്കും അത് വാങ്ങി വെച്ചിട്ട് ചെറുപയറും അടുപ്പത്ത് വെച്ചു. ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ, മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. മോനാണെന്ന് വെച്ചെങ്കിൽ ഇതാ രാവിലെ നൂൽപുട്ട് ഉണ്ടാക്കിയത് അതാണ് കൊണ്ടുപോകുക. എന്താ കടി ഉണ്ടാക്കി അതാണ് കേട്ടോ കൊണ്ടുപോകുക. പിന്നെ ഇവിടെ പലഹാരം നിർബന്ധമായിട്ട് രാവിലെ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ അതാ ചൂടാറിയപ്പോൾ ഞാൻ ഓരോ നൂൽപുട്ടുകൾ എടുത്ത് വെക്കുകയാണ്. ഞാനെപ്പോഴും വലിയ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെറുത് ഓരോ കുഴിയിലും പാകത്തിനുള്ള നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതാ ലാസ്റ്റ് കുറച്ച് മാവുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിൽ അമ്പലത്തിൽ പോയിട്ട് നാമം ചെല്ലൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലളിതാ സഹസ്രനാമം ചെല്ലൽ കഴിഞ്ഞു. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ വേഗം പാലൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം ഞാൻ എനിക്കുണ്ടാക്കിയ നൂൽപുട്ട് എടുത്തു. പിന്നെ കറിയൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ പോയിട്ട് കഴിക്കുകയാണ്. കഴിക്കൽ കഴിഞ്ഞ് വന്നാൽ പിന്നെ മെയിൻ പരിപാടി പാത്രം കഴുകൽ തന്നെയായിരുന്നു. ഒരു ലോഡ് പാത്രം വാഷ് ബേസിൽ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ രാവിലത്തെ ഈ തിരക്കിൻ്റെ ഇടയിൽ പാത്രങ്ങളൊന്നും കഴുകാറില്ല, ഒക്കെ വാഷ് ബേസിക്ക് അങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ആദ്യം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വാഷ് ബേസിക്ക് എടുത്തിട്ട് മൊത്തത്തിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കിട്ടോ. രാവിലെ തുടയ്ക്കും കൊണ്ട് പിന്നെ ഇനി അടുക്കള മാത്രം തുടച്ച് വൃത്തിയാക്കിയാൽ മതി. ക്ലാസ്സിൽ തുടങ്ങിയിട്ട് ഞാൻ കുക്കറിൽ പാത്രം കഴുകൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുക്കർ ഇവിടെ വെക്കുന്നത് നമ്മൾ ഈ ഓരോ പാത്രം കഴുകുമ്പോഴും വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് വാഷ് ബേസിക്ക് ഇടാതെ ഏതെങ്കിലും ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിക്കിട്ടാൽ നമ്മുടെ വാഷ് ബേസ് വല്ലാതെ ഇങ്ങോട്ട് അടയാതെ ഇരിക്കുമല്ലോ. അങ്ങനെ
ആ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ സോപ്പും കഴുകി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വാതിലടച്ചിട്ട് കുറച്ച് നേരം ടി വി കാണും. പിന്നെ എൻ്റെ ഉച്ചക്കുള്ളത് നോക്കാം, പാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അത്രയും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.